കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് യൂണിറ്റാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ജനറൽ സൊല്യൂഷൻ, ബേസിസ്, പെർട്ടിക്കുലർ സൊല്യൂഷൻ. ഓക്കെ, എ ജനറൽ സൊല്യൂഷൻ ഓഫ് an ordinary differential equation y double dash plus p of x y dash plus q of x y equal to 0 on an open interval I is a solution y equal to c1 y1 plus c2 y2 in which y1 and y2 are solutions of equation star on I that are not proportional and c1 and c2 are arbitrary constants. Okay, അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. ഓക്കെ, ജനറൽ സൊല്യൂഷൻ ഓഫ് an ordinary equation, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ആക്ച്വലി വൈ ഈക്വൽ ടു c1 y1 പ്ലസ് c2 y2 ആണ്. അതിൽ y1 ആൻഡ് y2 എന്ന് പറയുന്നത് ആക്ച്വലി ഈ സ്റ്റാർ എന്ന് പറയുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ്. പക്ഷേ ആ സൊല്യൂഷൻസ് എന്താവരുത്, പ്രപ്പോർഷണൽ ആവരുത്. ഓക്കെ, പ്രപ്പോർഷണൽ അല്ലാത്ത സൊല്യൂഷൻസ് ആണ് y1 ആൻഡ് y2 ആൻഡ് അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണ് ആക്ച്വലി ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ ലീനിയർ കോമ്പിനേഷനിലുള്ള c1 ആൻഡ് c2 എന്ന് പറയുന്നത് ആർബിട്രറി കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, here these y1 and y2 are called a basis of solutions of equation star on I. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു y1 ആൻഡ് y2 എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ അല്ലാത്ത സൊല്യൂഷൻസ് ആണ്. സോ ദേ ആർ കോൾഡ് എ ബേസിസ് ഓഫ് സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻ സ്റ്റാർ ഓൺ I. Now a particular solution of star on I is obtained if we assign specific values to c1 and c2 in equation A. അതായത് ഇവിടെ ഈ ജനറൽ സൊല്യൂഷനിൽ രണ്ട് ആർബിട്രറി കോൺസ്റ്റൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, c1 ആൻഡ് c2. അപ്പോൾ ഈ c1 c2 ഇതിന് ഒരു പെർട്ടിക്കുലർ വാല്യൂസ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ c1 ഈക്വൽ ടു 2, c2 ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്കിവിടെ y ഈക്വൽ ടു c1 y1 പ്ലസ് c2 y2 അതിന് പകരം 2y1 പ്ലസ് 3y2 ഇതെന്തായിരിക്കും, ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആക്ച്വലി ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അതിന് മുന്നേ നമുക്കിവിടെ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യാനുണ്ട്. റിമാർക്ക്: y1 and y2 are called proportional on I if for all x on I y1 equal to k y2 or y2 equal to l y1. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ നേരത്തെ ജനറൽ സൊല്യൂഷൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞു y1ഉം y2ഉം പ്രപ്പോർഷണൽ അല്ലാത്ത സൊല്യൂഷൻസ് ആണ്. അപ്പോൾ എപ്പോഴാണ് രണ്ട് സൊല്യൂഷൻസ് അല്ലെങ്കിൽ y1 y2 എന്ന് പറയുന്ന രണ്ട് ഫങ്ഷൻസ് എപ്പോഴാണ് പ്രപ്പോർഷണൽ ആവുന്നത് എന്നുള്ള കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. അത് y1 ആൻഡ് y2 ആർ കോൾഡ് പ്രപ്പോർഷണൽ ഓൺ I if for all x on I y1 equal to k y2 or y2 equal to some l y1. Here k and l are numbers 0 or not. Okay, അതായത് ഇവിടെ നമ്മൾ y1 y2 രണ്ട് സൊല്യൂഷൻസ് കിട്ടി. അപ്പോൾ അത് പ്രപ്പോർഷണൽ ആണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? y1 ബൈ y2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണോ കിട്ടുന്നത് എന്ന് നോക്കാം. ഓക്കെ, y1 ബൈ y2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ് കിട്ടുന്നതെങ്കിൽ അത് പ്രപ്പോർഷണൽ ആയിരിക്കും. സൊല്യൂഷൻസ് y1 ആൻഡ് y2 ആർ പ്രപ്പോർഷണൽ ആയിരിക്കും ഈ കേസിൽ. ഇനി y1 ബൈ y2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് അല്ല കിട്ടുന്നതെങ്കിൽ എന്തായിരിക്കും? വിച്ച് ഇസ് നോട്ട് പ്രപ്പോർഷണൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ അല്ലാത്ത കേസിലാണ് ബേസിസ് ഫോം ചെയ്യുന്നത്. അതായത് y1 ബൈ y2 ചെയ്ത് കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് അല്ലാത്ത ഒരു ഫങ്ഷനാണ് നമുക്കിവിടെ ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിലാണ് ആ സൊല്യൂഷൻസ് ബേസിസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, നൗ look at the definition. Two functions y1 and y2 are called linearly independent on an interval I where they are defined
if k1 y1x plus k2 y2 of x equal to 0 implies that k1 equal to 0 and k2 equal to 0. അതായത് ഇവിടെ രണ്ട് സൊല്യൂഷൻസ് y1 ആൻഡ് y2 എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആവാനുള്ള കണ്ടീഷനാണ് പറയുന്നത്. അതായത് k1 y1 പ്ലസ് k2 y2 ഓഫ് x ഈക്വൽ ടു 0 implies that k1 equal to 0 and k2 equal to 0. ഓക്കെ, അതായത് ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ആണെങ്കിൽ ആ ലീനിയർ കോമ്പിനേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സ്കേലാർസ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഈ കേസിൽ നമുക്ക് y1 ആൻഡ് y2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആണെന്ന് പറയാം. ആൻഡ് y1 ആൻഡ് y2 ആർ കോൾഡ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ഓൺ I if k1 y1 plus k2 y2 equal to 0 implies that k1 k2 not both 0. അതായത് ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ഇംപ്ലൈസ് ദാറ്റ് ഏതെങ്കിലും ഒരു സ്കേലാർ, ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്കേലാർ നോൺ സീറോ ആയാൽ തന്നെ നമുക്കിവിടെ ഈ കേസിൽ എന്ത് പറയാൻ പറ്റും? y1 ആൻഡ് y2 എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും? ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, then note that in the case of linear independence these functions are not proportional. അതായത് ബേസിസ് ഫോം ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു നോട്ട് പ്രൊപ്പോർഷണൽ ആവുന്ന കേസിലാണ്, അതായത് പ്രൊപ്പോർഷണൽ അല്ലാത്ത കേസിലാണ്. അപ്പോൾ ഈ y1 ആൻഡ് y2 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുന്നത് എപ്പോഴാണ്? നോട്ട് പ്രൊപ്പോർഷണൽ ആവുന്ന കേസിലാണ്. അപ്പോൾ നമുക്കിവിടെ പറയാം y1 y2 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അത് ബേസിസ് ഫോം ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ വരുന്നത് ബേസിസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എ ബേസിസ് ഓഫ് സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻ സ്റ്റാർ ഓൺ എൻ ഓപ്പൺ ഇൻ്റർവൽ I ഈസ് എ പെയർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ഓഫ് 2 on I. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് നമ്മൾ കൺസിഡർ ചെയ്ത സ്റ്റാർ എന്ന് പറയുന്ന ഇക്വേഷൻ ഇതായിരുന്നു, y ഡബിൾ ഡാഷ് പ്ലസ് p ഓഫ് എക്സ് y ഡാഷ് പ്ലസ് q ഓഫ് എക്സ് y ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ്റെ ഒരു ബേസിസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? എ പെയർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ആണ്. ഓക്കെ, ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Verify by substitution that y1 equal to e raised to x and y2 equal to e raised to minus x are solutions of the ordinary differential equation y double dash minus y equal to 0. Then solve the initial value problem y double dash minus y equal to 0, y of 0 equal to 6, y dash of 0 equal to minus 2. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ ആണോ എന്ന് വെരിഫൈ ചെയ്യുന്ന പ്രോബ്ലം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ ചോദിക്കുന്ന ഒരു കാര്യം ഇത് സോൾവ് ചെയ്യാനും കൂടെ പറയുന്നുണ്ട് ആൻഡ് ഇനീഷ്യൽ കണ്ടീഷൻസ് കൂടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പെർട്ടിക്കുലർ സൊല്യൂഷനാണ് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ഫങ്ഷൻസ് തന്നിട്ടുണ്ട്, y1 ഈക്വൽ ടു ഇ റേസ് ടു എക്സ്, അതുപോലെ y2 ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ്. ഈ രണ്ട് ഫങ്ഷൻസും ഇവിടെ തന്നിരിക്കുന്ന ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ എന്ന് ആദ്യം നമുക്ക് വെരിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ y ഡബിൾ ഡാഷ് മൈനസ് y അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ആൻസർ 0 കിട്ടുന്നുണ്ടെങ്കിൽ ഇത് എന്തായിരിക്കും? സൊല്യൂഷൻ ആയിരിക്കും. സോ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു y1 ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. ദെൻ y1 ഡാഷ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? y1 ഡാഷ് ഇസ് dy ബൈ dx. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് തന്നെയാണ്. സോ ഹിയർ y1 ഡാഷ് ഇസ് ഇ റേസ് ടു എക്സ് ആൻഡ് y1 ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ y1 ഡാഷിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇ റേസ് ടു എക്സിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവും കിട്ടി. സോ ഇനി നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ y1 ഡബിൾ ഡാഷ് മൈനസ് y1 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്ത് വരും? y1 ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ആണ്, y1ഉം ഇ റേസ് ടു എക്സ് ആണ്. സോ ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ y1 ഡബിൾ ഡാഷ് മൈനസ് y1 ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? y1 ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇസ് എ സൊല്യൂഷൻ ഓഫ് y ഡബിൾ ഡാഷ് മൈനസ് y ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ സെക്കൻഡ് ഫംഗ്ഷൻ y2 ഈക്വൽ ടു
ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറയുന്നത് ഈ ഗിവൺ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇവിടെ y2 ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. y2 ഡാഷ് എന്ന് പറയുമ്പം ഡെറിവേറ്റീവ് ഓഫ് y2 അത് ആക്ച്വലി എന്താണ്? ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ്? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു, അവിടെ എക്സിന് പകരം മൈനസ് എക്സ് ആണുള്ളത്, സോ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇവിടെ നമുക്ക് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി -1 ആണ്. സോ മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ y2 ഡാഷ് ഈസ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ്. ദെൻ y2 ഡബിൾ ഡാഷ് എന്ന് പറയുമ്പം നമ്മൾ വീണ്ടും ഈ മൈനസ് ഇ റേസ് ടു മൈനസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ മൈനസ് അവിടെ നമ്മൾ ഔട്ട് സൈഡ് എടുക്കുന്നു. ദെൻ ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു -1. ഓക്കെ, അപ്പോൾ ഈ നെഗറ്റീവ് പോസിറ്റീവായി ദെൻ വരുന്നത് ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ y2 ഇനി നമുക്കിവിടെ y2 ഡബിൾ ഡാഷ് മൈനസ് y2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ y2 ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. സോ ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. So here also we can say that y2 equal to e raised to minus x is a solution of y double dash minus y equal to 0. ഓക്കെ, അപ്പോൾ ഇവിടെ y1 എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ആണെന്ന് കിട്ടി, അതുപോലെ y2 മറ്റൊരു സൊല്യൂഷൻ ആണെന്ന് കിട്ടി. സോ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും? ഈ രണ്ട് സൊല്യൂഷൻസിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഇത് ജനറൽ സൊല്യൂഷൻ ആവണമെങ്കിൽ നമുക്ക് ഈ y1 ും y2 പ്രപ്പോർഷണൽ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ y1 ബൈ y2 ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? y1 എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ആണ്. ഓക്കെ, ഇ റേസ് ടു എക്സ് ആണ്. അതുപോലെ y2 എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. അപ്പോൾ നമുക്കതിനെ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഈ ഡിനോമിനേറ്ററിലുള്ള ഇ റേസ് ടു മൈനസ് എക്സ് ന്യൂമറേറ്ററിലോട്ട് വരുമ്പോൾ അത് പ്ലസ് ആവും. അപ്പോൾ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 2x. ഇ റേസ് ടു 2x എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ് വിച്ച് ഇസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് y1 ആൻഡ് y2 ഫോംസ് എ ബേസിസ് ഓഫ് സൊല്യൂഷൻസ്. ഓക്കെ, ബേസിസ് ഓഫ് സൊല്യൂഷൻസ്, അതായത് കോൺസ്റ്റൻ്റ് അല്ലാത്തത് കൊണ്ട് ഇവിടെ y1 ആൻഡ് y2 ആർ നോട്ട് പ്രപ്പോർഷണൽ എന്ന് കിട്ടി. ദാറ്റ് മീൻസ് y1 ആൻഡ് y2 ഫോംസ് ബേസിസ് ഓഫ് സൊല്യൂഷൻസ്. അപ്പോൾ ബേസിസ് ഫോം ചെയ്യുന്നത് കൊണ്ട് നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഒരു ജനറൽ സൊല്യൂഷൻ ആണെന്ന് പറയാം. ദാറ്റ് ഈസ് y ഈക്വൽ ടു c1 y1 പ്ലസ് c2 y2 ഈസ് എ ജനറൽ സൊല്യൂഷൻ. ഓക്കെ, അതായത് ഇവിടെ y ഈക്വൽ ടു c1 ഇ റേസ് ടു എക്സ് പ്ലസ് c2 ഇ റേസ് ടു മൈനസ് എക്സ്. അതായത് നമ്മൾ പറഞ്ഞത് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു c1 y1 പ്ലസ് c2 y2 ആണ്. സോ ഇവിടെ y1 എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ആണ്, y2 എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. സോ ദ ജനറൽ സൊല്യൂഷൻ ഈ c1 ഇ റേസ് ടു എക്സ് പ്ലസ് c2 ഇ റേസ് ടു മൈനസ് എക്സ്. ഓക്കെ, ഇനി ഇവിടെ ഇത് നമ്മൾ സോൾവ് ചെയ്തു, പക്ഷേ ക്വസ്റ്റ്യനിൽ ഇനീഷ്യൽ കണ്ടീഷൻ കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പെർട്ടിക്കുലർ സൊല്യൂഷനും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്ന് y ഓഫ് 0 ഈക്വൽ ടു 6, y ഓഫ് 0 ഈക്വൽ ടു 6 ആൻഡ് y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു -2. ഓക്കെ, അപ്പോൾ ഇവിടെ ഗിവൺ ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഒന്ന് വൈയുടെ ടേമിലാണ്, മറ്റേത് വൈ ഡാഷിൻ്റെ ടേമിലാണ്. ഓക്കെ, അപ്പോൾ വൈ ഡാഷ് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ നമ്മൾ വൈ ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. വൈ ഡാഷ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പം വൈ ഡാഷ് ഈക്വൽ ടു c1. ഇവിടെ c1 ഇ റേസ് ടു എക്സ്. ആദ്യം നമുക്ക് ഈ ടേമിൻ്റെ ഫസ്റ്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാം. c1 കോൺസ്റ്റൻ്റ് ആണ്, സോ അത് ഔട്ട് സൈഡ് എടുക്കാം. പിന്നെ ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് തന്നെയാണ്. സോ c1 ഇ റേസ് ടു എക്സ് പ്ലസ് again c2 into then derivative of e raised to minus x, which is e raised to minus x into -1. Okay, so here y dash is c1 e raised to x minus c2 e raised to minus x. Okay,
അപ്പോൾ ഇവിടെ നമുക്ക് y അറിയാം, y ഡാഷ് അറിയാം. സോ നമുക്കിനി ഇവിടെ ഈ രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ ആക്ച്വലി ഇനീഷ്യൽ കണ്ടീഷൻസ് തരുന്നത് പെർട്ടിക്കുലർ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇത് പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ ജനറൽ സൊല്യൂഷനിൽ C1 C2 പകരം ഒരു സ്പെസിഫിക് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള ഈ സ്കെയിലാറിൻ്റെ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഇനീഷ്യൽ കണ്ടീഷൻ തരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് ഈ C1-ൻ്റെയും C2-ൻ്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് തിരിച്ച് ഈ ജനറൽ സൊല്യൂഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇത്രയായാൽ നമ്മുടെ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് y ഓഫ് 0 = 6 എന്ന് പറയുന്ന കണ്ടീഷൻ, ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. ഹിയർ y ഓഫ് 0 = 6 മീൻസ് ദാറ്റ് y = 6 വെൻ x = 0. അതായത് x 0 ആവുന്ന കേസിൽ വൈയുടെ വാല്യൂ 6 ആണ് എന്നാണ് ആക്ച്വലി ഇനീഷ്യൽ കണ്ടീഷൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഈ വൈയിലാണ് ആക്ച്വലി ഈ കണ്ടീഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ വൈക്ക് പകരം 6 എന്ന് കൊടുക്കണം, എക്സിൻ്റെ പ്ലേസിലെല്ലാം 0 എന്ന് കൊടുക്കണം. സോ ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? 6 = C1 ഇവിടെ e⁻0 + C2 e⁻−0 എന്ന് വരും. ഇവിടെ e⁻0 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 1 ആണ്. സോ ഹിയർ 6 = C1 + C2. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി, വിച്ച് ഇസ് ഇക്വേഷൻ 1. ദെൻ നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു, y ഡാഷ് ഓഫ് 0 = -2, വിച്ച് മീൻസ് ദാറ്റ് y ഡാഷ് = -2 വെൻ x = 0. ഓക്കെ, അതായത് x 0 ആവുന്ന കേസിൽ y ഡാഷിൻ്റെ വാല്യൂ -2 ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഈ y ഡാഷിലാണ്, ഇതിലാണ് നമ്മൾ ഈ കണ്ടീഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ y ഡാഷിന് പകരം -2 എന്ന് കൊടുക്കുന്നു, എക്സിന് പകരം 0 എന്ന് കൊടുക്കുന്നു. അപ്പോൾ -2 = C1 e⁻0 - C2 e⁻−0 എന്ന് വരും. ഓക്കെ, നമുക്കറിയാം e⁻0 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 1 ആണ്. സോ ഇവിടെ നമുക്ക് -2 = C1 - C2 എന്ന് വരും. ഓക്കെ, ഇനി നമ്മളിവിടെ ഇക്വേഷൻ 1ഉം അതുപോലെ തന്നെ ഇക്വേഷൻ 2 കൂടെ സോൾവ് ചെയ്യുന്നു. ഇക്വേഷൻ 1 നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി C1-ൻ്റെ കോഎഫിഷ്യൻറ്റ് ഇക്വേഷൻ 1-ൽ 1 ആണ്, ഇക്വേഷൻ 2-ലും 1 ആണ്. ഓക്കെ, ഇവിടെ C1-ൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, ഇവിടെയും C1-ൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. C2-ൻ്റെത് 1 ആണ്, ഇവിടെ C2-ൻ്റെത് -1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ C2-ൻ്റെത് ഒന്ന് +1ഉം -1ഉം ആണ്. അതുകൊണ്ട് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ C2 എലിമിനേറ്റ് ആയി പോകും. സോ 1 + 2 ചെയ്യുന്നു. അപ്പോൾ 1 + 2 എന്ന് പറയുമ്പോൾ ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് C1 + C2 = 6 ആണ്, പ്ലസ് C1 - C2 = -2. ഓക്കെ, അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ C1 + C1 is 2C1 and C2 + -C2 is actually 0. Then 6 + -2 is 6 - 2, which is 4. That is here 2C1 = 4, which implies that C1 = 4/2, that is equal to 2. ഓക്കെ, അപ്പോൾ ഇവിടെ C1-ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ദെൻ ഈ C1-ൻ്റെ വാല്യൂ ഇവിടെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ഒന്നുകിൽ ഇക്വേഷൻ 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഇക്വേഷൻ 2-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിലേതെങ്കിലും ഒന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് C2-യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ C1-ൻ്റെ വാല്യൂ ഇക്വേഷൻ 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? 6 = ഇക്വേഷൻ 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 6 = C1 + C2 ആണ്. C1 എന്ന് പറയുന്നത് ഇവിടെ ആക്ച്വലി 2 ആണ്, 2 + C2, ദാറ്റ് ഈസ് വിച്ച് ഇംപ്ലൈസ് ദാറ്റ് C2 = ഇവിടെ നമ്മൾ ഈ 2-നെ LHSലോട്ട് എടുക്കുന്നു. അപ്പോൾ 6 - 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഓക്കെ, അപ്പോൾ C1 = 2, C2 = 4 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് C1 e⁻x + C2 e⁻−x ആണ്. അപ്പോൾ ഈ ജനറൽ സൊല്യൂഷനിൽ ഇവിടെ C1-ൻ്റെയും അതുപോലെ തന്നെ C2-യുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് പെർട്ടിക്കുലർ സൊല്യൂഷനായി. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മളിവിടെ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ y = 2 e⁻x + 4 e⁻−x, വിച്ച് ഈസ് എ പെർട്ടിക്കുലർ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് പെർട്ടിക്കുലർ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Verify that the given functions are linearly independent and form basis of solutions of the given ordinary differential equation. Then solve the initial value problem. Okay, അപ്പോൾ
അപ്പോൾ ഇവിടെ ഗിവൺ ഫങ്ഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആൻഡ് ബേസിസ് ഓഫ് സൊല്യൂഷൻസ് ഫോം ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ദെൻ വി വാണ്ട് ടു സോൾവ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. 4x² y - 3y = 0. അവിടെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് y of 1 = -3, y' of 1 = 0. ഇതാണ് ഇനീഷ്യൽ കണ്ടീഷൻ. ദെൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് x⁵3/2 ആൻഡ് x⁻⁻1/2. ഓക്കെ, അപ്പോൾ ഈ ഗിവൺ ഫങ്ഷൻസ് ഇത് ഓരോന്നും ഈ ഗിവൺ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ നമുക്ക് ആദ്യം വെരിഫൈ ചെയ്യണം. ദെൻ സൊല്യൂഷൻ ആണെങ്കിൽ അത് ബേസിസ് ഫോം ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ജനറൽ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ഈ ഇനീഷ്യൽസ് കണ്ടീഷൻസ് കൊടുത്തുകൊണ്ട് പെർട്ടിക്കുലർ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി ചെയ്യേണ്ടത്. സോ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനെ x⁵3/2നെ y1 എന്നെടുക്കുന്നു. അപ്പോൾ ഹിയർ ലെറ്റ് y1 = x⁵3/2. ദെൻ y1 ഡാഷ് ഇസ് നമുക്കറിയാം d/dx ഓഫ് x⁻n എന്ന് പറയുന്നത് n × x⁻n - 1 ആണ്. അപ്പോൾ ഇവിടെ y1 ഡാഷ് ഇസ് n-ന് പകരം 3/2 ആണ്. അപ്പോൾ 3/2 x⁻3/2 - 1 എന്ന് വരും. 3/2 - 1 is actually 1/2. So 3/2 x⁻1/2. This is y1 dash. And y1 double dash is y1 double dash എന്ന് പറയുമ്പോൾ ഈ 3/2 x⁻1/2നെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ 3/2 അതുപോലെ എഴുതി, അത് കോൺസ്റ്റൻ്റ് ആണ്. ദെൻ x⁻1/2ൻ്റെ ഡെറിവേറ്റീവ് 1/2 x⁻1/2 - 1. ഓക്കെ, അപ്പോൾ അത് ആക്ച്വലി എന്താ വരുന്നത് 3/2 × 1/2 x⁻1/2 - 1. ആക്ച്വലി ഇവിടെ 3/2 × 1/2 is 3/4. ദെൻ ഇവിടെ 1/2 - 1 is -1/2. സോ 3/4 x⁻1/2 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് y1 ഡബിൾ ഡാഷ് ഇസ് 3/4 x⁻1/2. ഓക്കെ, നമുക്കിവിടെ ഗിവൺ ഇക്വേഷൻ എന്ന് പറയുന്നത് 4x² y ഡബിൾ ഡാഷ് -3y = 0. ഇതിൻ്റെ സൊല്യൂഷനാണോ എന്നാണ് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് y1 ഡബിൾ ഡാഷ് അറിയാം, y1 അറിയാം. സോ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 4x² y ഡബിൾ ഡാഷ് -3y അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും 4x² × y ഡബിൾ ഡാഷിന് പകരം നമുക്കിവിടെ 3/4 x⁻1/2 എന്ന് കൊടുക്കാം. ദെൻ -3 × y എന്ന് പറയുന്നത് ഇവിടെ ആക്ച്വലി എന്താണ് x⁻3/2. അതായത് y1 എന്ന് പറയുന്നത് x⁻3/2. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് 4 ക്യാൻസൽ ചെയ്യാം. ദെൻ വരുന്നത് 3 ഉണ്ട്. 3 പിന്നെ x² × x⁻1/2. അത് ആക്ച്വലി എന്താ കാരണം x⁻m × x⁻n എന്ന് പറഞ്ഞാൽ x⁻m + n ആണ്. അപ്പോൾ ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ x⁻2 + -1/2 ദാറ്റ് ഈസ് 2 - 1/2 which is x⁻4 - 1/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു x⁻3/2. ഓക്കെ, അപ്പോൾ ഇവിടെ 3x⁻3/2 - 3x⁻3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇവിടെ 0 കിട്ടുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും y1 = x⁻3/2 is a solution of 4x² y ഡബിൾ ഡാഷ് -3y = 0. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് സെക്കൻഡ് ഫംഗ്ഷൻ y2 = x⁻1/2 അതാണ് ക്വസ്റ്റ്യനിൽ തന്നത്. അതും സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ y2 ഡാഷ് കണ്ടുപിടിക്കുന്നു. y2 ഡാഷ് എന്താ ആക്ച്വലി വരുന്നത് y2 ഡാഷ് എന്ന് പറയുമ്പം അതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. y2നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് -1/2 x⁻1/2 -1 എന്ന് വരും. ദാറ്റ് ഈസ് -1/2 x⁻3/2. ദിസ് ഇസ് y2 ഡാഷ്. ഇനി നമുക്ക് y2 ഡബിൾ ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ y2 ഡാഷ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് -1/2 x⁻3/2. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y2 ഡബിൾ ഡാഷ് കിട്ടും.
അപ്പോൾ -1/2 കോൺസ്റ്റൻ്റ് ആണ്, അതിനെ ഔട്ട് സൈഡ് എടുക്കുന്നു. ദെൻ x⁻³ ഡെറിവേറ്റീവ് എന്താണ്? -3/2 x⁻³ -1. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ -3/2 -1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -5/2 എന്ന് കിട്ടും. ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആയി. ദെൻ 1/2 × 3/2 വിച്ച് ഇസ് 3/4. സോ 3/4 x⁻³ -5/2 എന്ന് വരും. ഇനി നമുക്കിവിടെ 4x² y ഡബിൾ ഡാഷ് -3y = 0. ഇതാണ് ഗിവൺ ഇക്വേഷൻ. ഇതിൻ്റെ സൊല്യൂഷൻ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 4x² y2 ഡബിൾ ഡാഷ് -3y2. ഓക്കെ, അപ്പോൾ 4x² × y2 ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ 3/4 x⁻³ -5/2 ആണ്. ദെൻ -3 അതുപോലെ എഴുതി. ദെൻ y2 എന്ന് പറയുന്നത് ഇവിടുത്തെ ഫംഗ്ഷൻ, ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് x⁻³ -1/2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ക്യാൻസൽ. ദെൻ ഒരു 3 ഉണ്ട്, അതിവിടെ എഴുതാം. ദെൻ x² × x⁻³ -5/2. അത് x⁻m × x⁻n ഫോമിലാണുള്ളത്. അപ്പോൾ 2 + -5/2 വിച്ച് ഇസ് -2 - 5/2. ദാറ്റ് ഈസ് ഈക്വൽ ടു x⁻⁴ -5/2. ദാറ്റ് ഈസ് ആക്ച്വലി x⁻² -1/2. ഓക്കെ, ദിസ് ഇസ് ഹോൾ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ 3x⁻² -1/2 -3x⁻² -1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് y2 ഒരു സൊല്യൂഷൻ ആണെന്ന് പറയാം. ദാറ്റ് ഈസ് y2 = x⁻² -1/2 ഈസ് എ സൊല്യൂഷൻ ഓഫ് 4x² y ഡബിൾ ഡാഷ് -3y = 0. ഓക്കെ, ഇനി ഇത് ബേസിസ് ഫോം ചെയ്യുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ y1/y2 കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ y1 എന്ന് പറയുന്നത് x⁻³ ആണ്. x⁻³ ഡിവൈഡഡ് ബൈ x⁻² -1/2. അപ്പോൾ ഇതിനെ നമുക്ക് ന്യൂമറേറ്ററിലോട്ട് എടുക്കുമ്പോൾ അത് ഇൻറ്റു x⁻² +1/2 ആവും. സോ വിച്ച് ഇസ് ഈക്വൽ ടു x⁻², എന്താ ആക്ച്വലി വരുന്ന x⁻³ + 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു x⁻⁴/2 ദാറ്റ് ഈസ് ഈക്വൽ ടു x². ഓക്കെ, അപ്പോൾ ഇവിടെ y1/y2 എന്ന് പറയുന്നത് x² ആണ്, വിച്ച് ഇസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. സോ y1 and y2 ആർ നോട്ട് പ്രപ്പോർഷണൽ. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് y1 and y2 ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഹെൻസ് ഫോംസ് ബേസിസ് ഓഫ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ബേസിസ് ഓഫ് സൊല്യൂഷൻ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ആക്ച്വലി y = c1y1 + c2y2 ആണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് y1 y2 പകരം ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അത് ചെയ്യുന്നു. y = c1y1 + c2y2. അതിൽ y1 എന്ന് പറയുന്നത് ആക്ച്വലി x⁻³ ആണ്, y2 x⁻² -1/2 ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ജനറൽ സൊല്യൂഷൻ നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ പെർട്ടിക്കുലർ സൊല്യൂഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ ഇനീഷ്യൽ കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് y(1) = -3. നെക്സ്റ്റ് കണ്ടീഷൻ y'(1) = 0. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് y' അറിയണം. സോ നമ്മൾ ആദ്യം ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ y' = c1 കോൺസ്റ്റൻ്റ് ആണ്, അതിനെ അതുപോലെ എഴുതി. ദെൻ x⁻³ ഡെറിവേറ്റീവ് 3/2 x⁻³ -1 വിച്ച് ഇസ് x⁻1/2. ഓക്കെ, പ്ലസ് c2 ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് -1/2 x⁻³ -3/2 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു y' = 3/2 c1 x⁻1/2 -1/2 c2 x⁻³ -3/2. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അപ്പോൾ ഇവിടെ നമുക്ക് y' കിട്ടി. ഇനി നമുക്ക് രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസും കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ y(1) = -3. ഇത് ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത്? y = -3 വെൻ x = 1. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ആക്ച്വലി ഇവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ y-ക്ക് പകരം -3 എന്ന് കൊടുക്കുന്നു, x-ന് പകരം 1 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ -3 = c1 × 1⁻³ + c2 × 1⁻⁻1/2. ദാറ്റ് ഈസ് -3 = ഇവിടെ 1⁻³ ഈസ് 1 itself. സോ c1 എന്ന് വരും, c1 പ്ലസ് അതുപോലെ ഇവിടെയും c2. ദിസ് ഈസ് ഇക്വേഷൻ 1. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ കണ്ടീഷനാണ് കൊടുക്കുന്നത് y'(1) = 0, which means that y' = 0 when x = 1. ഓക്കെ, അപ്പോൾ നമ്മൾ y'-ലാണ് കൊടുക്കുന്നത്. y'-ന് പകരം 0 എന്നും
എക്സ് ഉള്ള പ്ലേസിലെല്ലാം 1 എന്നും കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ 0 ഈക്വൽ ടു 3/2 C1 1/3/2 മൈനസ് 1/2 C2 1 എന്ന് വരും. ഓക്കെ, അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ഈക്വൽ ടു 3/2 C1 മൈനസ് 1/2 C2 വിച്ച് ഇസ് ഇക്വേഷൻ 2. ഇനി നമുക്ക് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടെ സോൾവ് ചെയ്താലാണ് C1ൻ്റെയും C2ൻ്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇതാണ്, -3 ഈക്വൽ ടു C1 പ്ലസ് C2. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഫസ്റ്റ് ഇക്വേഷനിൽ C1ൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, ഇവിടെ 3/2 ആണ്. സെക്കൻഡ് ഇക്വേഷനിൽ C2യുടെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, ഇവിടെ -1/2 ആണ്. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ രണ്ട് ഇക്വേഷനിലും ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ എങ്കിലും കോഎഫിഷ്യൻറ്റ് സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇക്വേഷനെ ഞാൻ ഇതിൻ്റെ C2യുടെ കോഎഫിഷ്യൻ്റാണ് സെയിം ആക്കുന്നത്. അപ്പോൾ C2 ഇതിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 1/2 കൊണ്ട്. സോറി ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതാണ്. ഇക്വേഷൻ 1നെ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ഇവിടെ 2ൽ C1ൻ്റെ കോഎഫിഷ്യൻറ്റ് 3/2 ആണ്. സോ ഞാൻ ഇവിടെയും C1ൻ്റെ കോഎഫിഷ്യൻ്റാണ് സെയിം ആക്കുന്നത്. അപ്പോൾ ഇവിടെ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3/2 C1 എന്ന് വരും. അപ്പോൾ കംപ്ലീറ്റ് ഈ ഇക്വേഷനെ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 3/2 ഇൻറ്റു ഇക്വേഷൻ 1. ഓക്കെ, നിങ്ങൾക്ക് ഏത് വേരിയബിളിൻ്റെ കോഎഫിഷ്യൻറ്റ് വേണമെങ്കിലും സെയിം ആക്കാം. വേണമെങ്കിൽ C2ൻ്റെതാക്കാം. C2ൻ്റെതാണ് സെയിം ആക്കുന്നതെങ്കിൽ ഇക്വേഷൻ 1നെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് 3/2 കൊണ്ടാണ്. അപ്പോൾ 3/2 കൊണ്ട് ഈ കംപ്ലീറ്റ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ -3 ഇൻറ്റു 3/2 എന്ന് വരും. ദാറ്റ് ഈസ് -9/2. സോ -9/2 ഈക്വൽ ടു 3/2 C1 പ്ലസ് 3/2 C2. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിനെ ഞാൻ ഇക്വേഷൻ 3 എന്ന് കൺസിഡർ ചെയ്യുന്നു. ദെൻ ഇക്വേഷൻ 2, ഇക്വേഷൻ 3 നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം C1ൻ്റെ കോഎഫിഷ്യൻറ്റ് രണ്ടിലും സെയിം ആണ്. ഓക്കെ, അപ്പോൾ രണ്ടിലും പോസിറ്റീവാണ്. സോ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നിന്ന് മറ്റേത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ C1 എന്ന് പറയുന്ന വാരിയബിൾ എലിമിനേറ്റ് ആയി പോവും. പിന്നെ C2 എന്ന് പറയുന്ന വാരിയബിൾ മാത്രമാണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് C2യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇക്വേഷൻ 3 - 2 ചെയ്യുന്നു. അതായത് ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ തേർഡ് ഇക്വേഷൻ ഇതാണ്, 3/2 C1 പ്ലസ് 3/2 C2 ഈക്വൽ ടു -9/2 minus 3/2 C1 minus 1/2 C2 equal to 0. Okay, if 3/2 C1 minus 3/2 C1 is 0, this is 0, then 3/2 C2 minus 1/2 C2, that actually endam 3/2 C2 plus 1/2 C2 എന്നാവും. ഓക്കെ, ഇവിടെ 3/2 1/2 ആഡ് ചെയ്താൽ 4/2 ആണ്. 4/2 എന്ന് പറയുന്നത് ആക്ച്വലി 2 ആണ്. അപ്പോൾ ഇവിടെ 2 C2 എന്ന് വരും. ദാറ്റ് ഈസ് 0 പ്ലസ് 2 C2 ഈക്വൽ ടു, ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -9/2 പ്ലസ് 0 ഈസ് -9/2. അതായത് ഇവിടെ 2 C2 ഈക്വൽ ടു -9/2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ C2 എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും? -9/2/2, ദാറ്റ് ഈസ് -9/4. ഓക്കെ, അപ്പോൾ ഇവിടെ C2യുടെ വാല്യൂ കിട്ടി. ഇനി C2ൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് C1ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. 1ലോ 2ലോ 3ലോ ഏതിൽ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ സിമ്പിൾ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 ആണ്. സോ ഞാൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ C2യുടെ വാല്യൂ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ 1 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്, -3 ഈക്വൽ ടു ആണ് ഇക്വേഷൻ 1, C1 പ്ലസ് C2. അപ്പോൾ ഇവിടെ -3 ഈക്വൽ ടു C1 പ്ലസ് -9/4, ദാറ്റ് ഈസ് C1 -9/4 എന്ന് വരും. സോ C1 ഇവിടെ വെച്ചിട്ട് ഈ -9/4നെ ഇങ്ങോട്ട് എടുക്കുന്നു. അപ്പോൾ -3 പ്ലസ് 9/4 എന്ന് വരും. അപ്പോൾ -3 പ്ലസ് 9/4 ചെയ്യാൻ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അത് ആക്ച്വലി എന്താ വരുന്നത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ -3 ഇൻറ്റു 4 ഇസ് -12. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ -12 പ്ലസ് ഇവിടെ ആക്ച്വലി 1 ആണ് വരുന്നത്, 3/1. 1 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ ആക്ച്വലി 3/1 ആണ്. 1 × 4 is 4. ഓക്കെ, അപ്പോൾ -12 പ്ലസ് 9 ഈസ് -3. അപ്പോൾ -3/4
4 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് C2 ഈക്വൽ ടു -9/4 എന്ന് കിട്ടി. അതുപോലെ C1 ഈക്വൽ ടു -3/4 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ രണ്ട് വാല്യൂ നമ്മൾ ജനറൽ സൊല്യൂഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജനറൽ സൊല്യൂഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ്: y ഈക്വൽ ടു C1 x⁻³ പ്ലസ് C2 x⁻⁻1/2. ഇതാണ് ജനറൽ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ഇതിൽ C1ൻ്റെയും C2ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പെർട്ടിക്കുലർ സൊല്യൂഷനായി. അപ്പോൾ C1 -3/4 ആണ്. അപ്പോൾ y ഈക്വൽ ടു -3/4 x⁻³ plus -9/4 x⁻⁻1/2. So this is actually the particular solution of the given differential equation. Okay, അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. അതായത് ബേസിസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം y1 y2 സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത് നമ്മൾ ചെയ്തു. അത് y1/y2 ചെയ്തപ്പം കോൺസ്റ്റൻ്റ് അല്ല കിട്ടിയത്, അതുകൊണ്ട് അത് നമുക്ക് ബേസിസ് ഓഫ് സൊല്യൂഷൻ ആണെന്ന് പറയാം. പിന്നെ ബേസിസ് കിട്ടിക്കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ എഴുതാം. പിന്നെ ഗിവൺ ഇനീഷ്യൽ കണ്ടീഷൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് അതിൻ്റെ പെർട്ടിക്കുലർ സൊല്യൂഷനും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ.